അപ്പോൾ നമുക്കിന്ന് മാങ്ങ അച്ചാറിടാം. മാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് തിരുമ്മി. ഇനി നമുക്കത് അച്ചാറാക്കാം. നമുക്കതിന് വേണ്ടി 1 സ്പൂൺ കടുകും ഉലുവയും കൂടി എണ്ണയില്ലാതെ വറുത്തെടുക്കണം. വറുത്ത് പൊടിച്ച് മാങ്ങയിൽ ചേർത്ത് തിരുമ്മണം കേട്ടോ. ഇങ്ങനെ നമുക്ക് കടുകും ഉലുവയും കൂടി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിച്ചെടുക്കാം. ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിരുമ്മി വയ്ക്കാം. എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഇച്ചിരി കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. മാങ്ങാച്ചാറിന് ആരും ഇഞ്ചി ചേർക്കാത്ത, ഇഞ്ചി അധികം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വേണ്ട, ചെറിയൊരു കഷ്ണം മാത്രം. ഇനി നമുക്ക് 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മാങ്ങ നന്നേ പുളി കുറവുള്ള മാങ്ങയാണേ, അതുകൊണ്ട് ഞാനൊരു അല്പം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുവാണേ. ഇനി നമുക്ക് മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അത് നമുക്ക് മാങ്ങ വേഗം വയ്ക്കണ്ട. അങ്ങനെ മുഴുവൻ മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയാണ്. വെള്ളം ഒഴിക്കരുത്. നാളെ ആകുമ്പം 2 ദിവസം കഴിയുമ്പോൾ ഈ മാങ്ങ അലുത്ത് തനിയെ വെള്ളം വന്നോളും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് കായം കുറവുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കായം കൂടി ഇട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാങ്ങ നന്നായിട്ട് അലുത്ത് നല്ല മാങ്ങാക്കറിയായി, നല്ല മാങ്ങ അച്ചാറായി മാറി കണ്ടോ. നല്ല മാങ്ങക്കറി, നല്ല രുചിയുള്ള നല്ല മാങ്ങ അച്ചാർ. നല്ലതാണ്. നല്ല കഞ്ഞിക്കൊക്കെ കൂട്ടാൻ നല്ല സൂപ്പർ.